ഒരു കുറ്റകൃത്യം തുടർന്നുള്ള അന്വേഷണം. ഇത്തരം സിനിമകൾ എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. സീരിയൽ കൊലപാതകങ്ങൾ, ഒന്നിലധികം മോഷണങ്ങൾ, വിചിത്രമായ രീതികളിൽ ചെയ്യപ്പെട്ട കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ആശയങ്ങളെ മുൻനിർത്തി വരുന്ന സിനിമകൾ പ്രേക്ഷകനെ എപ്പോഴും മുൾമുനയിൽ ആകാംക്ഷഭരിതരാക്കി നിലനിർത്തുവാൻ ശ്രമിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ക്രൈം സിനിമ എന്നൊരു പൊതുധാരണയുണ്ട്. പക്ഷേ അതൊന്നും തന്നെ യഥാർത്ഥ സംഭവങ്ങളല്ല എന്നതാണ് യാഥാർത്ഥ്യം. മിക്കപ്പോഴും ഏതെങ്കിലും ഒരു കുറ്റകൃത്യം അതിനെ തുടർന്നുണ്ടാകുന്ന അന്വേഷണമാണ് കുറേ കൂടി റിയാലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. നവ്യ നായർ, സൗബിൻ, ഹരിശ്രീ അശോകൻ, അച്യുത് കുമാർ തുടങ്ങിയവർ അഭിനയിച്ച പാതിരാത്രി അത്തരം ഒരു സിനിമയാണ്. സിനിമയിൽ ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അതൊക്കെ ഞെട്ടിക്കുന്ന ഹിഡൻ ഡീറ്റെയിൽസ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ കഥയുമായി ബന്ധപ്പെട്ട വളരെ ലോജിക്കലി ചേർത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു ക്രൈം തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ. ഇന്ന് പാതിരാത്രിയിലെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസും എക്സ്പ്ലനേഷൻസും നോക്കാം. BNSS BSA ഓറിയൻറ്റേഷൻ ക്ലാസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് 2024 ജൂലൈ 6 നടത്തുമെന്നുള്ള നോട്ടീസ് പിന്ന് ചെയ്യുന്ന സീൻ. എന്നാൽ ഇതിനു മുൻപുള്ള സീനിൽ ഈ നോട്ടീസ് അതേ ബോർഡിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഇതൊരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് അല്ല. ഇനി ആണെങ്കിൽ തന്നെ അല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആ നോട്ടീസിൻ്റെ പേപ്പറിൽ പിൻ ചെയ്യുന്ന ഭാഗത്ത് ഒരുപാട് തുളകൾ കാണാം. നേരത്തെ പിൻ ചെയ്ത് വെച്ചിരുന്നത് ഇളകി താഴെ വീണപ്പോൾ വീണ്ടും എടുത്ത് പിൻ ചെയ്യുന്നതാവാം. തങ്കവിള പീറ്ററിൻ്റെ ഒളിവ് സങ്കേതം. കഥ നടക്കുന്നത് 2024 ജൂൺ മാസമാണെന്ന് പോലീസ് സ്റ്റേഷനിലെ നോട്ടീസ് ബോർഡിൽ നിന്ന് മനസ്സിലാവും. പീറ്ററിൻ്റെ കലണ്ടർ 2024 ജൂൺ മാസം തന്നെയാണ് കാണിക്കുന്നത്. കളവ് മുതൽ ഒരുപാടുണ്ടെങ്കിലും സയൻറ്റിഫിക് കാൽക്കുലേറ്ററൊക്കെ കട്ടെടുക്കുക എന്ന് വെച്ചാൽ സ്കൂൾ പിള്ളേരുടെ സാധനങ്ങൾ പോലും അടിച്ചു മാറ്റുന്നവനാണെന്ന് ഊഹിക്കാം. ബാത്റൂം റിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച് ചോദിച്ച് കോൺസ്റ്റബിൾ ദേഷ്യപ്പെടുന്ന സീൻ. ആ ലേഡി ഓഫീസറുടെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് ഒരു സാനിറ്ററി പാഡാണ്. ആർത്തവ സമയത്ത് ജോലിക്ക് വരുന്നതും അവർക്ക് ടോയ്ലറ്റ് സൗകര്യം പോലും പരിമിതമാണെന്നും വളരെ വ്യക്തമായി കാണിക്കുന്ന ഒരു രംഗമാണത്. മറ്റ് പോലീസ് ഓഫീസർമാർ പോലും ആ കാര്യത്തെ വളരെ ലാഘവത്തോടെയാണ് എടുക്കുന്നതെന്ന് മനസ്സിലാവും. തങ്കവിള പീറ്ററിനെ പിടികൂടിയപ്പോൾ കണ്ടെടുത്ത തൊണ്ടി മുതലിൻ്റെ കൂടെ സ്റ്റേഷനിലെ വനിതാ ഓഫീസറിൻ്റെ 2.25 കിലോ ജാതിക്ക എഴുതി ചേർത്തിട്ടില്ല. എഴുതി ചേർത്ത വസ്തുക്കളുടെ കൂടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും സ്കോച്ച് വിസ്കിയെക്കുറിച്ചും പറയുന്നുണ്ട്. അത് റിട്ടയേർഡ് ജഡ്ജിയുടെ വീട്ടിലെയാണെന്നും SHO പറയുന്നുണ്ട്. പിന്നീട് CPO ഹരീഷ് ഫോറസ്റ്റ് ഓഫീസിൽ CCTV വിഷ്വൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഫോറസ്റ്റ് ഓഫീസർ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ റിട്ടയേർഡ് ജഡ്ജിൻ്റെ വീട്ടിലെ മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കാനാണെന്ന് ഹരീഷ് പറയുന്നുണ്ട്. കേസ് ഓൾറെഡി തീർന്നിരുന്നെങ്കിലും കാര്യം നടക്കാൻ ഹരീഷ് കള്ളം പറയുകയായിരുന്നു. ഫോറസ്റ്റ് ഓഫീസർ അന്വേഷിച്ചാലും അങ്ങനെ ഒരു മോഷണം നടന്നിട്ടുമുണ്ട്. വളരെ കൃത്യമായി സംഭവങ്ങളുടെ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ. SHO ജോബിൻ ജാൻസിയോട് നൈറ്റ് ഡ്യൂട്ടിക്ക് കയറണമെന്ന് പറയുമ്പോൾ അതിനുള്ള കാരണം പറയുന്നത് മറ്റൊരു ഓഫീസറായ ശ്യാമിൻ്റെ അമ്മ മരിച്ചെന്നും അതുകൊണ്ട് ശ്യാം ലീവിലാണെന്നുമാണ്. തൊട്ടടുത്ത ഷോട്ടിൽ മരിച്ചുപോയ ശ്യാമിൻ്റെ അമ്മയുടെ ഫോട്ടോ സ്റ്റേഷനിലെ നോട്ടീസ് ബോർഡിൽ പിൻ ചെയ്ത് വെക്കുന്നത് കാണാം. ജാൻസിയുടെ വാട്സപ്പിലെ ഡിസ്പ്ലേ പിക്ചർ ജാൻസിയും ഫെലിക്സും ഒന്നിച്ചു നിൽക്കുന്നതാണ്. എന്നാൽ ഫെലിക്സിൻ്റേത് ആകാശത്തിൻ്റെ ഒരു ഫോട്ടോയാണ്. ഫെലിക്സ് പൂർണ്ണമായും ഈ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയെന്നും ജാൻസി ഇപ്പോഴും ഫെലിക്സിനെ ഇഷ്ടപ്പെടുന്നുവെന്നും കാണിക്കുക കൂടിയാവാം ഈ ചിത്രങ്ങൾ കൊണ്ട്. അല്ലെങ്കിലും ആളുകളുടെ മാനസികാവസ്ഥ ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് DP സ്റ്റാറ്റസിലൂടെയൊക്കെയാണല്ലോ. സാധാരണ സിനിമകളിൽ ഈ സമയം കാണിക്കുന്നത് പലപ്പോഴും തെറ്റുകളാവാറുണ്ട്. ഇവിടെ ജാൻസിയുടെ ഫോണിൽ ഒരിടത്തു പോലും സമയം കാണിക്കുന്നില്ല. വാട്സപ്പിൽ അയക്കുന്ന ഓഡിയോ മെസ്സേജുകളിൽ ഓഡിയോയുടെ നീളവും അതോടൊപ്പം അയച്ച സമയവും കാണിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ടെക്നിക്കൽ ടീം മനഃപൂർവ്വം സമയം ഒഴിവാക്കിയിട്ടുണ്ട്. അനാവശ്യമായ തെറ്റുകൾ വരുത്താതിരിക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. കത്തിക്കരിഞ്ഞ മൃതദേഹം കാണിക്കുന്ന രംഗം. നിലത്ത് കിടക്കുന്ന മൃതദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് വെള്ളം കിടക്കുന്നത് കാണാം. തീ പിടിച്ചത് അറിഞ്ഞ് രക്ഷപ്പെടുത്താൻ ഓടിക്കൂടിയവർ വെള്ളം ഒഴിച്ച് തീ കെടുത്തി എന്നനുമാനിക്കാം. മരിച്ചുപോയ പെൺകുട്ടിയുടെ ബ്രദറിനെയും ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നത് കാണാം. ഫെലിക്സിൻ്റെ കഴുത്തിലെ മാല. കത്തെഴുതി വെച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ മുകളിൽ ഫെലിക്സ് വെച്ചിരുന്നത് ആ മാലയാണ്. ജാൻസി TVയിൽ ന്യൂസ് കാണുമ്പോൾ അതിൽ പറയുന്ന ഒരു ന്യൂസ്, ഇടുക്കിയിലെ പരിസ്ഥിതി ലോല പ്രദേശത്ത് നടക്കുന്ന അനധികൃത നിർമ്മാണങ്ങൾ തടയാൻ കോടതി ഉത്തരവ് വന്നതിനെക്കുറിച്ചാണ്. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പിറ്റേന്ന് അൻസാർ അലി വീണ ചതുപ്പിലെ മണ്ണ് മാറ്റി പൂർവ്വസ്ഥിതിയിലാക്കേണ്ടി വരുന്നത്. അതിനെ തുടർന്നാണ് ഡെഡ് ബോഡി കിട്ടുന്നതും തുടർന്ന് സിനിമയുടെ പ്രധാന കഥ ആരംഭിക്കുന്നതും. എത്ര യുക്തിപരമായിട്ടാണ് ഓരോ രംഗങ്ങളും കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഹരീഷ് CCTV വിഷ്വൽസ് ശേഖരിക്കുന്ന രംഗം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ച ബോർഡിലെ CCTVയുടെ ചിത്രം കണ്ടപ്പോഴാണ് അവിടെയുള്ള CCTV വിഷ്വൽസ് കൂടി നോക്കാനുള്ള ആശയം ഹരീഷിനുണ്ടാവുന്നത്. ചോദ്യം ചെയ്യൽ സമയത്ത് CI ജോബിൻ ജാൻസിയോടും ഹരീഷിനോടും ചോദിക്കുന്നത്, മാന്ത്രയിലെ 174 കേസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ സെറ്റ് അറ്റൻഡ് ചെയ്തില്ല, എന്താ കാരണം എന്നാണ്. ഈ 174 എന്നത് CRPC 174 ആണ്. പോലീസ് സാധാരണ 174 കേസ് എന്നതിൽ ഉൾപ്പെടുത്തുന്നത് ആത്മഹത്യ, അപകടമരണം, പെട്ടെന്നുള്ള ദുരൂഹ സാഹചര്യത്തിലെ മരണം തുടങ്ങിയവയൊക്കെയാണ്.
അടുത്ത സീനുകൾ ശ്രദ്ധിച്ചാൽ 174 കേസായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയേഴ്സും അവിടെ തന്നെ ചെയ്യുന്നുണ്ട്. മരണം നടന്ന സ്ഥലം സന്ദർശിക്കുക, ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക, പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി അയക്കുക, ബന്ധുക്കളുടെയും സാക്ഷികളുടെയും മൊഴിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സ്പോട്ടിൽ ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ പോകുന്ന സീനായിട്ടും പോലീസ് പ്രൊസീജിയേഴ്സിൽ ഒരു കാര്യം പോലും മിസ് ചെയ്യാതെ കാണിച്ചിട്ടുണ്ട്. കൃത്യം നടന്ന ദിവസം ജൂൺ 14 ഫോറസ്റ്റ് ഓഫീസിൽ വീണ്ടും ചെന്ന് CCTV വിഷ്വൽസ് എടുക്കാൻ നോക്കുമ്പോൾ ഫയൽസ് ഒന്നും കാണാനില്ല എന്ന് പറയും. CCTV 2024 ജൂൺ എന്ന ഫോൾഡറിൽ 1 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിലെ ഫോൾഡറുകളിൽ 14 മാത്രം യാതൊരു ഫയലും ഇല്ല എന്നത് ഒരു സെക്കൻഡ് സമയത്തേക്ക് കൃത്യമായി കാണിക്കുന്നുണ്ട്. അൻസാറിൻ്റെ ചാനലിൻ്റെ പേര് ഫോർത്ത് വാൾ ന്യൂസ് എന്നാണ്. സിനിമയിൽ 3 വാൾസ് അഥവാ മതിലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ലെഫ്റ്റ്, റൈറ്റ്, ബാക്ക് എന്നിവയാണ് ഇത് 3. ഈ ഫോർത്ത് വാൾ എന്നത് സിനിമയിലെ കഥാപാത്രങ്ങൾക്കും അവരുടെ മുൻപിലുള്ള പ്രേക്ഷകനും ഇടയിൽ അദൃശ്യമായി കാണുന്ന ഒരു മതിലാണ്. സാധാരണ സിനിമയിലെ കഥാപാത്രങ്ങൾ പ്രേക്ഷകനോട് നേരിട്ടൊന്നും പറയാറില്ല. പ്രേക്ഷകനില്ല എന്ന് കരുതി പരസ്പരം വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ചെയ്യുക. ഒരു ചാനലിന് ഫോർത്ത് വാൾ ന്യൂസ് എന്ന് പേരിടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരിട്ട് പ്രേക്ഷകനുമായി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നൊക്കെയാണ്. മീഡിയയും പബ്ലിക്കും തമ്മിലുള്ള അദൃശ്യമായ മതിലൊന്നും ഇല്ല എന്നർത്ഥം. മരിച്ച പെൺകുട്ടിയെ അവസാനമായി വിളിച്ച പയ്യൻ്റെ വീട്ടിലേക്ക് അന്വേഷണത്തിനായി പോലീസ് എത്തുന്ന രംഗം. മേശയുടെ വലിപ്പിൽ നിന്നും SI റഷീദ് എടുക്കുന്നത് ജോയിൻറ്റ് റോളിംഗ് പേപ്പറാണ്. സൂക്ഷിച്ചു നോക്കിയാൽ റോൾ ചെയ്തതിന് ശേഷം ഒട്ടിക്കേണ്ട ഭാഗം വരെ ആ പേപ്പറിൽ കാണാം. അതായത് ഒറിജിനൽ ജോയിൻറ്റ് റോളിംഗ് പേപ്പർ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. വല്ല ബട്ടർ പേപ്പറോ കനം കുറഞ്ഞ പേപ്പറോ ഒക്കെ കാണിച്ചിരുന്നെങ്കിലും മതിയായിരുന്നു. പക്ഷേ ഒറിജിനൽ പേപ്പർ തന്നെ കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാബുകളിൽ ഫിൽറ്ററിങ്ങിനും പേപ്പർ ഫ്യൂസായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രധാന ഉപയോഗം കഞ്ചാവ് റോൾ ചെയ്ത് വലിക്കാനൊക്കെയാണ്. ആ പയ്യൻ്റെ ടീഷർട്ടിൽ അവൻ്റെ കൂട്ടുകാരോടൊപ്പമുള്ള ഫോട്ടോയുണ്ട്. ടീഷർട്ടിലെ എഴുത്ത് ഇടുക്കി ഗോൾഡ് എന്നാണ്. അത് ഇടുക്കിയിലെ മലനിരകളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന കഞ്ചാവിൻ്റെ പേരാണ്. ഫെലിക്സിൻ്റെ മുറി പോലീസ് പരിശോധിക്കുന്ന രംഗം. ഫെലിക്സ് കുറച്ചു കാലമായി ആത്മപരിശോധന നടത്തുകയാണെന്നും സമാധാനം തേടുകയാണെന്നും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയാണെന്നും ഒക്കെ സിനിമയുടെ തുടക്കത്തിൽ സിസ്റ്റർ ക്ലാരിസിനോട് പറയുന്നുണ്ട്. ഫെലിക്സിൻ്റെ മുറിയിലെ മേശയിലിരിക്കുന്ന ബുക്കുകളെല്ലാം തന്നെ ഈ ഒരു തരം വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഓഷോയുടെ ബുക്കുകൾ, പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥ, EM ഹാഷിമിൻ്റെ 366 സൂഫി ദിന സൂക്തങ്ങൾ, യുവൽ നോവ ഹരാരിയുടെ സാപ്പിയൻസ്, ഇതെല്ലാം ആത്മീയതയും മനുഷ്യരാശിയുടെ മാറ്റങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നവയാണ്. അതിനിടയിലിരിക്കുന്ന ഫയെ കെല്ലർമാൻ എഴുതിയ സ്ട്രീറ്റ് ഡ്രീംസ് ഒരു ത്രില്ലർ ബുക്കാണ്. മാത്രമല്ല ആ ബുക്ക് പഴയതുമാണ്. ചിലപ്പോൾ ഫെലിക്സ് നേരത്തെ വായിച്ചിരുന്ന ത്രില്ലർ ബുക്കുകൾ ആയിരുന്നിരിക്കാം. പൊള്ളലേറ്റ് മരിച്ച പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട പയ്യന്മാരെ ഓടിച്ചിട്ട് പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടും. അതിലെന്തൊക്കെയോ ഉണ്ട്. അത് GPG വഴി പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയും. അത് ഓപ്പൺ ചെയ്യാൻ 2 കീ വേണമെന്നും ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തപ്പോൾ തന്നെ കീ കൈവശമുള്ളവർക്ക് മെസ്സേജ് പോയിട്ടുണ്ടെന്നും പറയും. ഈ GPG പ്രൊട്ടക്റ്റഡ് എന്നാൽ GNU പ്രൈവസി ഗാർഡ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ്. ഒരു ഫയൽ മറ്റാർക്കും എളുപ്പത്തിൽ വായിക്കാതിരിക്കാൻ എൻക്രിപ്റ്റ് ചെയ്യുന്നതിനായി ഒരു പബ്ലിക് കീയും എൻക്രിപ്റ്റ് ചെയ്ത ഫയലിനെ വായിക്കണമെങ്കിൽ അതിനായി ഒരു പ്രൈവറ്റ് കീയും ഉണ്ടായിരിക്കും. സാധാരണയായി ഒരാൾക്ക് ഫയൽ ഓപ്പൺ ചെയ്യാൻ ഒരു പാസ്വേഡും പ്രൈവറ്റ് കീയും ഉണ്ടായാൽ മതി. 2 കീ ഒരുമിച്ച് കൊടുക്കണം എന്ന് പറയുന്നതും ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തപ്പോൾ കീ കൈവശമുള്ളവർക്ക് മെസ്സേജ് പോയിട്ടുണ്ടെന്ന് പറയുന്നതും GPG പ്രൊട്ടക്ഷനിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സീനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. ഇനി ചെറിയൊരു അനാലിസിസ് കൂടി പറഞ്ഞുകൊള്ളട്ടെ. സിനിമയിൽ സ്ക്രിപ്റ്റ് അത്രയ്ക്ക് മോശമല്ലായിരുന്നു. എന്നാൽ അതേസമയം ഒരുപാട് പോരായ്മകൾ തോന്നിയതും സ്ക്രിപ്റ്റിൽ തന്നെയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഭാഗങ്ങളിൽ പോരായ്മകൾ ഒരുപാടുണ്ട്. എങ്കിലും പരസ്പരം കണക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ വളരെ ലോജിക്കലി എഴുതിയിരിക്കുന്നത് ഇഷ്ടമായപ്പോൾ ജാൻസി, ഹരീഷ് എന്നിവരുടെ പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങളുടെ ആഴം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ എന്ന് സംശയമാണ്. രണ്ടുപേരും നേരിടുന്ന പ്രശ്നങ്ങൾ കുടുംബമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ഏറ്റവും വലിയ ഹാർട്ട് ബ്രേക്കിംഗ് പ്രോബ്ലംസ് ആണ്. പക്ഷേ അതിൻ്റെ യാതൊരു ഇമ്പാക്റ്റും പ്രേക്ഷകരിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളിൽ ജാൻസിയുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതും ഹരീഷിന് മകളെ ഒന്ന് കാണാൻ കഴിയാത്തതും എല്ലാം അവരുടെ രണ്ടുപേരുടെയും സസ്പെൻഷനേക്കാൾ പ്രാധാന്യമുള്ളതാണെന്ന് തോന്നിയതേയില്ല. ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ കാര്യമായി യാതൊരു തെളിവില്ലെന്ന് അറിഞ്ഞിട്ടും കുറച്ചു കാലം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ സസ്പെൻഷൻ മാറി ജോലിയിൽ പ്രവേശിക്കാമായിരുന്നു. പക്ഷേ ജാൻസിയുടെയും ഹരീഷിൻ്റെയും ജീവൻ മരണ പോരാട്ടം പോലെയാണ് ഈ കേസിനെ അവർ കണ്ടത്. പോരാത്തതിന് അവസാനം അവർ കുടുക്കിയതും യഥാർത്ഥ പ്രതിയെയല്ല, മനുഷ്യത്വമായിരിക്കാൻ നോക്കിയത്. 2 മണിക്കൂർ സമയം അത്യാവശ്യം എൻഗേജ്ഡ് ആയിരുന്നിട്ടും തിയേറ്റർ റിലീസ് സമയത്ത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താതിരുന്നത് മേക്കിംഗ് മെച്ചപ്പെടുത്താതിരുന്നത് കൊണ്ടാണെന്ന് തോന്നി. കുറെ കൂടി ത്രില്ലിംഗ് ആയി ചെയ്യാവുന്ന സിനിമയായിരുന്നു. ടെക്നിക്കൽ സൈഡ് ഓരോന്നായി എടുത്തു നോക്കിയാൽ മെച്ചമുള്ളതും മോശമായതായ സന്ദർഭങ്ങൾ പറയാൻ കഴിയും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ടീമിൻ്റെ അടുത്തൊരു ക്രൈം ത്രില്ലർ സിനിമ വന്നാൽ തിയേറ്ററിൽ കാണാൻ തന്നെ ശ്രമിക്കും. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.